ഹലോ സൗൾസ്, വെൽക്കം ടു മിത്ര ടാറോട്ട്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഏഞ്ചൽ നമ്പറിനെ കുറിച്ചാണ്. 222 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പറിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണും. അതേപോലെ തന്നെ 111 എന്ന് പറയുന്ന നമ്പറിനെ കുറിച്ചുള്ള ഏഞ്ചൽ നമ്പറിൻ്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ കമൻറ്റ് സെക്ഷനിലും ഞാൻ ആ വീഡിയോ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ പോയി മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 222 എന്ന ഏഞ്ചൽ നമ്പർ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരുപാട് നാളായിട്ട് നിങ്ങളുടെ ലൈഫിലൊന്നും പോസിറ്റീവായിട്ട് നടക്കുന്നില്ല, എല്ലാം കഷ്ടതകൾ മാത്രമാണ്. നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നൊരു നരകം ആയിട്ട് നിങ്ങൾക്ക് പലപ്പോഴും തോന്നുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ആ നരകത്തിൽ നിന്നൊന്ന് കയറുമ്പോൾ ഒരു കയറ് പിടിച്ച് നിങ്ങൾ അതിലേക്ക് ഉയരുന്ന സമയത്ത് വീണ്ടും താഴോട്ട് പോവുകയാണ്. ഒരു കുഴിയിലേക്ക് നിങ്ങൾ വീണ്ടും വീണ്ടും താഴോട്ട് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിലൊന്നും നന്നായിട്ട് നടക്കുന്നില്ല. ഒരു കാര്യങ്ങൾ എന്താണ് എൻ്റെ ലൈഫിൽ നടക്കാത്തത്, ഒന്നും ഞാൻ ആഗ്രഹിക്കുന്ന കൂട്ട് എന്താണ് വരാത്തത്, ഇങ്ങനെ നിങ്ങളുടെ മനസ്സ് ആകെ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ പലപ്പോഴായിട്ട് 222 ഏഞ്ചൽ നമ്പർ ഡ്രീമിൽ കാണുന്നു, ഫോണിൽ സമയമായിട്ട് കാണുന്നു, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ പല സമയത്തും അൺഎക്സ്പെക്റ്റഡ് വേണം കാണാം. ഒരിക്കലും നിങ്ങൾ മനഃപൂർവ്വം ഈ നമ്പർ ഇപ്പം നിങ്ങളുടെ ഫോണിൽ വാൾപേപ്പറായിട്ടോ സ്ക്രീൻഷോട്ടായിട്ടോ വെച്ചിട്ടോ കാണാൻ പാടില്ല. നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് കാണുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു എനർജിയായിട്ട് നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ വേണ്ടി പറ്റുന്നത്. അതേപോലെ ഈ നമ്പർ മീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് റൈറ്റായിട്ടുള്ള ടൈമിൽ, അതായത് നിങ്ങളുടെ ലൈഫിൽ ദൈവം, അതായത് യൂണിവേഴ്സ് നിശ്ചയിച്ചിട്ടുള്ള ടൈമിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നടക്കും. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ പ്രാർത്ഥന എല്ലാം തന്നെ കേൾക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ അടുത്ത് യൂണിവേഴ്സിൻ്റെ അരികിൽ എത്തിയിട്ടുണ്ട്. എല്ലാം യൂണിവേഴ്സ് കേൾക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ലൈഫിൽ റൈറ്റായിട്ടുള്ള ടൈമിൽ എല്ലാം നടത്തി തരും എന്നൊരു കാര്യമാണ് ഈ നമ്പറുകൊണ്ട് മീൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്പിരിച്വലായിട്ടുള്ളൊരു മീനിങ് എന്താണെന്നാണ് നമ്മൾ അടുത്തായിട്ട് ചെക്ക് ചെയ്യുന്നത്. സോ സ്പിരിച്വലായിട്ട് നിങ്ങൾ ബാലൻസ് ആവുന്ന സമയമാണ്. അതായത് നിങ്ങളുടെ ചക്രാസ് എല്ലാം ബാലൻസ് ആവുന്നുണ്ട്, നിങ്ങളുടെ ഓറഞ്ച് ക്ലെൻസ് ആവുന്നുണ്ട്, നിങ്ങൾ ഡിവൈനായിട്ട് കൂടുതൽ അടുക്കുവാണ്. മനസ്സിലായോ? നിങ്ങളുടെ പാത്ത് റൈറ്റായിട്ടുള്ള പാത്തിലാണ് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് കാണണം. അതേപോലെ നിങ്ങളുടെ ഹൃദയവും അതേപോലെ നിങ്ങളുടെ മനസ്സും ഇപ്പോൾ കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള സെൻറ്ററായിട്ട് നിൽക്കുകയാണ്, ബാലൻസായി നിൽക്കുകയാണ്. കാരണം പലപ്പോഴും നമ്മുടെ മനസ്സ് പറയുന്നതും ഹൃദയം പറയുന്ന രണ്ട് കാര്യങ്ങളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാറില്ല. നിങ്ങളെപ്പോഴും വിചാരിക്കുന്ന മനസ്സ് ഹൃദയം ഒന്നാണെന്നാണ്, പക്ഷെ ഒരിക്കലും അല്ല. നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയം രണ്ടാണ്. മനസ്സിലായോ? നിങ്ങളുടെ മനസ്സെന്ന് പറയുമ്പോൾ ഹൃദയം മറ്റൊന്നാണ് ചിന്തിക്കുന്നത്. പക്ഷേ ഈ സമയത്ത് നിങ്ങളുടെ ഹൃദയവും മനസ്സും ഒരേ സെൻറ്ററിൽ വന്ന് ഒരേപോലെ എനർജിയിൽ നിൽക്കുന്നുണ്ട്. അതേപോലെ ഈ ഒരു സമയത്ത് ഡിവൈൻ്റെ ടൈമിൽ മാത്രമാണ് നിങ്ങളുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. അതേപോലെ നിങ്ങൾ ഒരിക്കലും തോറ്റു കൊടുക്കാൻ വേണ്ടി പാടില്ല. നിങ്ങളൊരു അലൈൻമെൻറ്റിലേക്ക് മാക്സിമം പോകുക. അതായത് നിങ്ങൾ തോറ്റു കൊടുക്കുക നിങ്ങളുടെ ലൈഫിലേക്ക് മുന്നോട്ട് ജീവിക്കുക എന്നല്ല, ഈ സ്പിരിച്വലായിട്ട് കണക്ഷനിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിനുവേണ്ടി നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. അതേപോലെ കൂടുതൽ യൂണിവേഴ്സായിട്ട് അടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, പ്രെയറും മറ്റ് മാനിഫെസ്റ്റേഷനും ഓറ ക്ലെൻസിങ്ങും റേക്കി ഹീലിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരു ടാറോ റീഡറിനോ അല്ലെങ്കിൽ റേക്കി മാസ്റ്റർ എന്നൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെയധികം നല്ലതായിരിക്കും നിങ്ങൾക്ക്. നിങ്ങൾ ലൈഫിൽ എന്താണ് ഈ നമ്പർ എയിം ചെയ്യുന്നതെന്ന് ചോദിച്ചാലും നിങ്ങൾക്കൊരു ഡിസിഷൻ മേക്കിങ്ങിൽ, അതായത് നിങ്ങൾ ലൈഫിൽ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുമായിരിക്കും. ഒരു കാത്തിരിപ്പിൻ്റെ ഒരു സമയമായിരിക്കും. എന്ത് തീരുമാനം നിങ്ങൾ എടുക്കണം, അത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് ആയിട്ടൊരു കാര്യമായിരിക്കും. ചിലപ്പം ആ ഒരു കാര്യത്തിൽ നിങ്ങൾ എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയാത്ത സ്റ്റക്ക് സ്റ്റേജിലായിരിക്കും നിങ്ങൾ ഉണ്ടായിരിക്കുന്നത്. സോ ഈ സമയത്ത് ഈ ഒരു നമ്പർ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് നിങ്ങൾ സ്വയം അത് തീരുമാനം എടുക്കുക. നിങ്ങളങ്ങനെ തീരുമാനം എടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ധനം, ജോലി, ബന്ധങ്ങൾ എന്നിവയിലെല്ലാം തന്നെ ബാലൻസ് വരാൻ വേണ്ടി പോകും. ഇതൊക്കെ വളരെ നെഗറ്റീവായിട്ട്, അതായത് ധനമായാലും ജോലി ആയാലും ഇല്ലാതിരിക്കുന്നവർക്കായാലും ഉള്ള ജോലിയിൽ നിന്ന് പ്രൊമോഷൻ ആവാനും, അതേപോലെ തന്നെ നിങ്ങൾക്ക് ധനം കടം തരാനുള്ള ആൾക്കാരുടെ ആയാലും ധനം നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതായാലും, അങ്ങനെ എല്ലാ കാര്യവും നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ ഒരു എനർജി മാനേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അതായത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക. ഓക്കെ, അങ്ങനെ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു ബാലൻസ് എന്നൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതേപോലെ നിങ്ങളൊരു സമയത്ത് ഒരുപാട് ഇമോഷണൽ ആവുന്നുണ്ടായിരിക്കും. ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിൽ വളരെയധികം ഇമോഷണലായിട്ട് എനർജി നിങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കൊരു സപ്പോർട്ട് ഇല്ലാത്തൊരു എനർജി തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെ കാണും എന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത്.
അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, 222 എന്ന ഏഞ്ചൽ നമ്പർ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? പലപ്പോഴും എല്ലാവരും വിചാരിക്കുന്ന ഞാൻ ഈ ഏഞ്ചൽ നമ്പർ കണ്ടല്ലോ, ഇതെന്താണ് മീൻ ചെയ്യുന്നത്, എൻ്റെ അർത്ഥം എന്താണ്, ഇങ്ങനെയാണ് പലരുടെയും മനസ്സിൽ ചിന്ത വരുന്നത്. പക്ഷേ ഈ നമ്പർ കാണുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയത്തില്ല. നിങ്ങൾ ജസ്റ്റ് ആ നമ്പർ കാണുന്നതുകൊണ്ട് നിങ്ങൾ ലൈഫിൽ എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ എല്ലാം പോസിറ്റീവായി നടക്കണമെന്നില്ല. നിങ്ങൾ ആ നമ്പർ കാണുന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട അല്ലെങ്കിൽ പാലിക്കേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമതെന്ന് പറയുന്നത്, നിങ്ങൾ ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങൾ ലൈഫിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ വിശ്വസിക്കുക. അത് എന്താ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായാലും, നിങ്ങൾക്കിപ്പോൾ വളരെ ആഗ്രഹം കാണും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾക്ക് വിവാഹം നടക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങൾ വിശ്വസിക്കുക, ആ വ്യക്തി തിരിച്ചു വരും എന്ന കാര്യം നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. രണ്ടാമത്തേന്ന് പറയുന്നത്, നിങ്ങൾ ഈ നമ്പർ കാണുന്ന സമയത്ത് ഒരു സെക്കൻഡിലേക്കെങ്കിലും നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് ഒന്ന് താങ്ക് യു യൂണിവേഴ്സ് നിങ്ങളൊന്ന് റിപ്പീറ്റായിട്ട് 3 ടൈംസ് എങ്കിലും പറയുക. അതേപോലെ തന്നെ നിങ്ങൾ ഈ ടൈമിൽ നിങ്ങളുടെ പേഴ്സിന് വേണ്ടിയിട്ട് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെസ്സേജായിട്ട് പറയുക. അതേപോലെ ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ അത് യൂണിവേഴ്സിനെ ഏൽപ്പിക്കുക. യൂണിവേഴ്സിൻ്റെ കയ്യിലോട്ട് പറയും, ഞാനൊരു കാര്യം എൻ്റെ മനസ്സിൽ ഇപ്പോൾ ഇത്രയും ഭാരമായിട്ട്, എൻ്റെ മനസ്സിലൊരു ബാഗേജായിട്ട്, എൻ്റെ ഹൃദയത്തിന് താങ്ങാൻ കഴിയാത്ത രീതി വേദന ഞാൻ അനുഭവിക്കുന്നുണ്ട്, ഈ ഒരു വേദന യൂണിവേഴ്സ് ഏറ്റെടുക്കൂ എന്നൊരു കാര്യം നിങ്ങൾക്ക് പറയാം. ഞാനിപ്പോൾ പറഞ്ഞേക്കുന്നത് എല്ലാം നിങ്ങൾ ഫോളോ ചെയ്യണമെന്നല്ല, ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതേപോലെ ഈ നമ്പർ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും പ്രണയത്തിൻ്റെ കാര്യത്തിലും ഒക്കെ എന്താണ് മീൻ ചെയ്യുന്നതെന്നാണ്. ഈ ഒരു പ്രണയത്തിൻ്റെ കാര്യത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് വീണ്ടും ഒരുമിക്കാൻ വേണ്ടി പോകുന്നു. റീകൺസിലേഷൻ ഉടനെ തന്നെ പോസിബിൾ ആവും. അത് വിത്തിൻ ഡേയ്സ് ആയിരിക്കാം, മന്ത്സ് ആയിരിക്കാം, വീക്സ് ആയിരിക്കാം. ഉടനെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറായിട്ട് നിങ്ങൾ റീകൺസിലേഷൻ പോസിബിൾ ആവും. അതേപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിയുടെ നിങ്ങൾ സോൾമേറ്റ് കണക്ഷനാണ് എന്നതിൻ്റെ സൈനാണ് നിങ്ങൾ 222 എന്ന നമ്പർ കാണുന്നുണ്ടെങ്കിൽ. അതേപോലെ നിങ്ങൾ പലരും ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നിട്ടുള്ള ആൾക്കാർ കാണും. ഒരു റിലേഷൻഷിപ്പായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് അത് റിക്കവറായിട്ട് മൂവ് ഓണായി പോകുന്നുണ്ടായിരിക്കും. സോ അതിൽ നിന്ന് അങ്ങനെ പോകുന്ന വ്യക്തിക്കാണെങ്കിൽ ഇതൊരു ഹീലിംഗ് സ്റ്റേജിൻ്റെ തുടക്കമാണ്. മനസ്സിലായോ? നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്ത് കടന്നത് ടോക്സിക് റിലേഷൻഷിപ്പായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വാല്യൂ തരാത്ത റിലേഷൻഷിപ്പായിരുന്നു, അതിൽ നിന്ന് മൂവ് ഓണായിട്ട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പേഴ്സ് നിങ്ങൾ തിരിച്ചു വരാൻ ആഗ്രഹിക്കാൻ നിങ്ങൾ മുന്നോട്ട് പോകാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹീലിംഗ് സ്റ്റേജിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ തുടക്കം കുറിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്കുള്ള തുടക്കം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നൊരു അർത്ഥമാണ് ഇത് മീൻ ചെയ്യുന്നത്. അതേപോലെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ഇതിനർത്ഥം ഉള്ളതെന്ന് വെച്ചാൽ, നിങ്ങളുടെ എഫേർട്ട്, നിങ്ങളുടെ കരിയറിന് വേണ്ടിയിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു ജോലി നേടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഒരുപാട് എഫേർട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കാം. അതേപോലെ നിങ്ങളുടെ കരിയറൊരു നല്ല പൊസിഷനിൽ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പൈസ ചിലവാക്കിയിട്ടുണ്ട്, ഒരുപാട് പഠനങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരുപാട് കോഴ്സ് ചെയ്ത്, എന്നിട്ട് നിങ്ങളുടെ ലൈഫ് എങ്ങും എത്തുന്നില്ല. ഒരു നല്ല ജോലിയില്ല, നിങ്ങൾക്ക് നല്ല സാലറി ഇല്ല, നിങ്ങൾക്ക് ആഗ്രഹിച്ച പൊസിഷനൊന്നും നിങ്ങൾക്ക് എത്താൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ഇത്ര എഫേർട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല, ഇതെല്ലാം വേസ്റ്റായി പോയെന്നൊരു എനർജി ആയിരിക്കും, ആ ഒരു ഫീലിംഗ് ആയിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ളത്. അങ്ങനെ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് റിവാർഡാണ്. അതായത് നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോവുകയാണ്, നിങ്ങളുടെ ഉള്ളിലേക്ക് വളരെ വേഗത്തിൽ യൂണിവേഴ്സ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഈ നമ്പർ കാണുകയും ചെയ്യുന്നത്. അതേപോലെ നിങ്ങളുടെ കരിയറിൻ്റെ ഗ്രോത്ത് സ്ലോ ആയിട്ടായിരിക്കും ചിലരുടെ കാര്യത്തിൽ വരുന്നത്. ചിലരുടെ കാര്യത്തിൽ വളരെ ഫാസ്റ്റായിട്ട് പോകുമെങ്കിലും ചിലരുടെ കാര്യത്തിൽ വളരെ സ്ലോ ആയിട്ടായിരിക്കും ഇത് പോകുന്നത്. കാരണം നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടൊരു ബേസ് വേണം. ആ ഒരു ബേസ് ഇല്ലാത്തവർക്കായിരിക്കും. കാരണം നിങ്ങൾക്കൊരു ഇപ്പോൾ നമ്മളൊരു സീഡ് ഒരു മണ്ണിൽ പാകുന്നുണ്ടെങ്കിൽ അത് മുളച്ച് വരാൻ സമയമെടുക്കും. അത് നമുക്ക് വേണ്ടുന്ന വളവും കാര്യങ്ങളും കൊടുക്കുന്നെങ്കിൽ പെട്ടെന്ന് വരും. പക്ഷെ അത് കൊടുക്കാതിട്ടിരുന്ന എങ്ങനെയാവും? അതേപോലെയാണ് മനുഷ്യരുടെ കാര്യത്തിലും. നിങ്ങളുടെ ഓറ എനർജി ചക്രാസൊക്കെ തന്നെ ബാലൻസ് അല്ലാതിരിക്കുന്ന സമയത്ത് ഇതൊന്നും നിങ്ങൾക്ക് വർക്ക് ആവത്തില്ല. പലരും വിചാരിക്കും എൻ്റെ ഓറ എനർജി ക്ലെൻസ് ചെയ്തതിൽ പ്രശ്നമില്ല, ചക്രാസ് ക്ലെൻസ് ചെയ്തതിൽ പ്രശ്നമില്ല. പക്ഷേ ഇതേപോലെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ ബോഡി, നിങ്ങളുടെ മനസ്സാണ് എല്ലാം തീരുമാനിക്കുക. നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ച് നോക്കൂ, നിങ്ങളുടെ ഒരു വ്യക്തിയല്ല, നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ബോഡിയാണ് നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത് ഹാപ്പി ആയിട്ടിരിക്കണോ സങ്കടപ്പെടണോ തീരുമാനിക്കുക നിങ്ങളുടെ ബോഡിയാണ്. നിങ്ങളുടെ ബോഡിയിലുള്ള ചക്രാസ്, നിങ്ങളുടെ ബോഡിയിലുള്ളതാണ് ഈ ഓരോ എനർജി എന്നും പറയുന്നത്. മനസ്സിലായോ? ഈ ഓരോ എനർജിയും ഈ ചക്രാസൊക്കെ തന്നെ ബാലൻസ് അല്ലാത്തവരാണ് ഇത്രയും പെയിനിൽ കൂടെ കടന്നു പോകുന്നതും നിങ്ങൾ ലൈഫ് രക്ഷപ്പെടാതിരിക്കുന്നതും ഇതിൻ്റെയൊക്കെ ബ്ലോക്കേജും തടസ്സങ്ങളും കാരണമാണ്. അത് നിങ്ങൾ സ്വയമേ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ.
222 നമ്പർ കാണുന്ന സമയത്ത് ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളല്ല അല്ല ആ സമയത്ത് കാണുമ്പോൾ നിങ്ങൾ പറയേണ്ട കുറേ കാര്യങ്ങൾ 2-3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അഫർമേഷൻ പറയാം. ഐ ട്രസ്റ്റ് ഇൻ ഡിവൈൻ ടൈമിങ് എന്നൊരു അഫർമേഷൻ നിങ്ങൾക്ക് പറയാം. ഞാൻ കമൻറ്റ് ബോക്സിൽ ഒരു കാര്യം കൊടുക്കാം. ഓക്കെ, സോ ഇത്രയാണ് ഈ ഒരു വീഡിയോയിലുള്ള. അതേപോലെ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് 333 എന്ന് പറയുന്ന ഏഞ്ചൽ നമ്പർ ആയിരിക്കും. സോ എന്തായാലും ഈ ഒരു ഏഞ്ചൽ നമ്പറിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കൊക്കെ തന്നെ ഒരുപാട് സോ നിങ്ങളിങ്ങനെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ ഒരു വീഡിയോ ചെയ്ത്. ആ ഒരു വീഡിയോയ്ക്ക് തന്ന സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുള്ളായി. നിങ്ങൾക്ക് എന്താണ് ഈ ഏഞ്ചൽ നമ്പർ വരുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. നിങ്ങൾക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇത്ര ഐഡിയാസ് കിട്ടി. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുള്ളായി. നിങ്ങൾക്കത് ഇത്രയും പ്രയോജനമാവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതേപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ കരുതുന്നുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അതേപോലെ പേജ് റീഡിങ് എടുക്കണം താല്പര്യമുള്ളവർക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.